CPIയുടെ UDF പ്രവേശനം കൃത്യമായി ചർച്ച ചെയ്യുകയാണ് UDF മുന്നണിക്കുള്ളിൽ തന്നെ. CPIയെ മുന്നണിക്കുള്ളിലേക്ക് എടുത്താൽ സ്വാഭാവികമായും അവർക്ക് നൽകേണ്ട സീറ്റുകൾ കൃത്യമായി UDFന് അറിയാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം 15 സീറ്റുകൾ അവർ ചോദിക്കും. 15 സീറ്റുകളിൽ നിൽക്കില്ല എന്നുള്ളതാണ് സത്യം. ഇടതുപക്ഷത്തായിരുന്നപ്പോൾ CPIക്ക് നൽകിയത് 27 സീറ്റുകളാണ്. എന്നാൽ ഇതിൽ 27 വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളല്ല. എന്നാൽ CPI കോൺഗ്രസിൻ്റെ ഭാഗമാകുമ്പോൾ, അതല്ലെങ്കിൽ UDFിൻ്റെ ഭാഗമാകുമ്പോൾ CPI ഉറപ്പായും ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ 15 സീറ്റുകളാണ്. അതിനകത്ത് 15 സീറ്റുകളിൽ കോൺഗ്രസ് കൂടി സഹായിച്ചാൽ സുഗമമായി ജയിക്കാൻ കഴിയും. എന്നാൽ മുന്നണി ചർച്ച എന്ന രീതിയിൽ 27 എന്നുള്ളത് കുറച്ചുകൊണ്ട് വന്ന് 20ലേക്ക് എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പോലും CPIക്ക് പ്രശ്നങ്ങളില്ല. കാരണം മന്ത്രിസ്ഥാനം 3 എണ്ണവും സീറ്റുകൾ 20 എണ്ണവും കൊടുത്താൽ CPI സംതൃപ്തരാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിനുള്ളിൽ അടിമകളെ പോലെ നിൽക്കേണ്ട CPIയുടെ ഗതികേട് ഓർക്കുമ്പോൾ UDFിൽ മാന്യമായ സ്ഥാനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ബിനോയ് വിശ്വത്തിനും അതുപോലെ തന്നെ KE ഇസ്മായിലിനും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഖ്യത്തിലാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPI. CPIഎമ്മിന് പോലും കിട്ടിയ MP മാരെന്നത് കോൺഗ്രസിൻ്റെ ഔദാര്യമാണ്. രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിലായിരുന്നാലും തമിഴ്നാട്ടിലെ 2 ലോക്സഭാ സീറ്റായിരുന്നാലും അത് ഇന്ത്യ മുന്നണി എന്ന രീതിയിലാണ് CPIഎം ജയിച്ചത്. അത് മറന്നുകൊണ്ടാണ് കേരളത്തിലെ സഖാക്കന്മാർ വലിയ രീതിയിൽ സൈബർ ബുള്ളിയിങ് നടത്തുന്നത് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ CPIക്ക് വന്ന വഴി നല്ല രീതിയിൽ നിശ്ചയമുണ്ട്. പണ്ട് കാലം തൊട്ടേ കോൺഗ്രസുമായി അഭേദ്യമായ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു പാർട്ടി എന്ന രീതിയിലും CPI ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായാണ് CPIഎമ്മുമായി ഒന്നിച്ചത്. 1964 പിളർപ്പിന് ശേഷം CPI സംവിധാനം വളരെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് സത്യം. CPI നേതാക്കളെ താറടിച്ച് കാണിക്കാൻ CPIഎമ്മിൻ്റെ പല ലോക്കൽ നേതാക്കളും നടത്തുന്ന ശ്രമങ്ങൾ CPI കണ്ടില്ലെന്ന് നടിക്കാൻ ഇനിയും കഴിയില്ല എന്നാണ് പാർട്ടി സെക്രട്ടറിയായ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, തൃശ്ശൂരിൽ BJPയുമായി നടത്തിയ ഈ നാണംകെട്ട ഒത്തുകളി അത് ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും കഴിയുന്നതല്ല. ഈ ഒരൊറ്റ കാരണം മതി CPIക്ക് മുന്നണി വിടാൻ. അതായത് എല്ലാ രീതിയിലും കൂടെ നിന്ന് ചതിച്ചവന്മാർ എങ്ങനെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കാൻ കൊള്ളുന്നത്? CPIഎമ്മിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം CPIയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. പാർട്ടിക്കകത്ത് രണ്ടാമതൊരു അഭിപ്രായം ഉയർന്നു വരാൻ സാധ്യതയില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകണം. മന്ത്രിസഭയിലായിരുന്നാലും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ CPI മന്ത്രിമാർ ഉണ്ടാകരുത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാനം രാജേന്ദ്രൻ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം നിരവധി തവണ ചോദ്യം ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യം വന്നപ്പോൾ കാനത്തിനെ ഒതുക്കാൻ CPIഎം അതൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായി ഉപയോഗിച്ചു എന്നുള്ളത് CPIക്ക് വളരെ വ്യക്തമാണ്. ഇപ്പോൾ CPI കൃത്യമായി പറയുന്നത് കോൺഗ്രസുമായി UDFുമായി സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്. അങ്ങനെ മാത്രമേ പിണറായി വിജയനെയും ഈ CPIഎമ്മിൻ്റെയും ആധിപത്യത്തെ തകർത്തെറിയാൻ കഴിയുകയുള്ളൂ.